സിലബസിൽ പറയുന്ന ഒരു ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. എന്താണ് സിലബസിൽ? ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങും ആണ് നമ്മൾ പറയുന്നത്. ഒരു ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങും സ്റ്റോപ്പിങ്ങുമാണ് നമ്മൾ. അപ്പൊ ഒരു ഡീസൽ എഞ്ചിൻ നമ്മൾ ക്രാങ്കിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല, ഒരു എഞ്ചിൻ ക്രാങ്കിങ് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ഈ ക്രാങ്കിങ് എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഈ ക്രാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനോ എന്തോ ആയിക്കോട്ടെ അയാളുടെ സ്റ്റാർട്ടിങ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ എന്താണ് ഒരു ക്രാങ്കിങ് എന്നൊരു ടേം കണ്ടു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കാം. അതായത് സാധാരണ രീതിയിൽ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ബൈക്കാണെന്ന് വിചാരിക്കുക, ഒരു സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്തൊരു ബൈക്കാണ് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ എങ്ങനെയാണ്? അതിന്റെ കിക്കർ ഉണ്ടാവും അല്ലെ? കിക്കർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. അതിൽ ചവിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ? അപ്പൊ നിങ്ങൾ ഈ ചവിട്ടുന്ന സമയത്ത് അവിടെ എന്താണോ സംഭവിക്കുന്നത്, ആ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രാങ്കിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ, ക്രാങ്കിങ്. അപ്പൊ നിങ്ങളൊക്കെ എഞ്ചിൻ കമ്പോണന്റ് പഠിക്കുമ്പോൾ അതിലെ ക്രാങ്ക് എന്ന് പറയുന്ന ഒരാളെ പറ്റി നിങ്ങൾ പഠിക്കാറുണ്ട് അല്ലെ? എഞ്ചിൻ കമ്പോണന്റ് പഠിക്കുമ്പോൾ അവിടെ ക്രാങ്ക് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ പഠിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കിക്കർ ചവിട്ടിയാവട്ടെ അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ആയിക്കോട്ടെ, നമ്മൾ കീ ഒക്കെ തിരിച്ചിട്ടുള്ള ഇലക്ട്രിക് സ്റ്റാർട്ടും ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ആള് നമ്മൾ എന്ത് ചെയ്യാണ്? അതുവഴി റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ശ്രദ്ധിക്കാട്ടോ, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ വഴി എന്ത് സംഭവിക്കും? കണക്ടിംഗ് റോഡിൽ നിന്നും പിസ്റ്റണിലേക്ക് നേരെ എന്ത് ചെയ്യും? ഈ പറയുന്ന മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്ത് എഞ്ചിൻ അവിടെ സ്റ്റാർട്ട് ആവും. മിക്കവാറും ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയ ആർക്കും മിക്കവാറും ഒന്നും മനസ്സിലായി കാണില്ല. ഞാൻ ഒരു ഫിഗർ കാണിക്കാം. ഈ ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. നോക്കിയേ, ഇത് ഈ കാണുന്ന എന്താണ്? പിസ്റ്റൺ ആണല്ലോ. ഇതിപ്പോ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണെന്ന് ഞാൻ പറയും. 1 2 3 4 അല്ലെ? 4 പിസ്റ്റൺ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? 4 സിലിണ്ടറും കാണും. അങ്ങനെ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ആ പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റ്, ഇതാണ് എന്ത്? നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ഈ വലിയൊരു വീല് കണ്ടോ? ഇതാണ് എന്ത്? ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ തമ്മിൽ എങ്ങനെ കണക്ഷൻ വരുന്നത് നോക്കിയേ. പിസ്റ്റൺ ഒരു കണക്ടിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പിസ്റ്റണും ഓരോ കണക്ടിംഗ് റോഡ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ എൻഡില് ആരുണ്ട്? വലിയൊരു ഫ്ലൈ വീൽ ഉണ്ടല്ലേ, ഒരു മാസാണ്, ഒരു വെയിറ്റ് ആണ് ഇയാള്. വലിയൊരു ഫ്ലൈ വീലും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കമ്പഷൻ എന്ന് പറയുന്ന പരിപാടിയാ, കത്തുക എന്ന പ്രക്രിയ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇതിലേക്ക് വലിയൊരു ഫോഴ്സ് വരും. എല്ലാ പിസ്റ്റണിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫയറിംഗ് ഓർഡർ അനുസരിച്ചിട്ട് വലിയൊരു ഫോഴ്സ് വരും. ആ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? ഈ കണക്ടിംഗ് റോഡ് വഴി എന്ത് ചെയ്യും? ഈ പിസ്റ്റന്റെ മുകളിലേക്കും താഴേക്കുമുള്ള ഒരു മോഷൻ, അതായത് റെസിപ്രോക്കേറ്റിംഗ് മോഷനെ കണക്ടിംഗ് റോഡ് എന്ത് ചെയ്യും? ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റോട്ടറി മോഷനാക്കി മാറ്റും. സ്വാഭാവികമായിട്ടും ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫ്ലൈ വീലും കറങ്ങും. ശരിയല്ലേ? ഇങ്ങനെയാണ് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ. ശരി, ഇതൊക്കെ നമുക്കറിയാം. എഞ്ചിന്റെ വർക്കിംഗ് നമുക്കറിയാം. 2 സ്ട്രോക്കും 4 സ്ട്രോക്കും പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട്. പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ കണക്ടിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നു, സ്വാഭാവികമായിട്ടും ഫ്ലൈ വീലും കറങ്ങുന്നു. പക്ഷെ എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിയുമ്പോഴല്ലേ നടക്കുന്നത്? എഞ്ചിൻ സ്റ്റാർട്ടായി എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ നടക്കുന്നത്? ഈ പിസ്റ്റൺ താഴേക്ക് പോരുന്ന പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം? ഇയാളൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എഞ്ചിൻ ക്രാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഓർഡർ പറഞ്ഞില്ലേ? പിസ്റ്റൺ, കണക്ടിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഫ്ലൈ വീല്. ഒരു ഓർഡറിലല്ലേ പറഞ്ഞേ? അതേ ഓർഡറിൽ നേരെ തിരിച്ചു പിടിക്കും. എഞ്ചിനെ ക്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞാല് അതേ ഓർഡറിൽ നേരെ തിരിച്ചു പിടിച്ചാൽ മതി. അതായത് ഈ ഫ്ലൈ വീലിനെ എന്തെങ്കിലും വെച്ച് കറക്കുക. ഓക്കെ, ഒന്നുകിൽ കൈ വെച്ച് കറക്കുക, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മീൻസിൽ കറക്കുക, അല്ലെങ്കിൽ ഹൈഡ്രോളിക് മീൻസിൽ കറക്കുക, അല്ലെങ്കിൽ എയറിന്റെ കംപ്രസ്ഡ് എയറിന്റെ സഹായത്തോട് കറക്കുക, എന്തോ ആയിക്കോട്ടെ. ഈ ഫ്ലൈ വീലിനെ ആവശ്യമായ സ്പീഡിൽ കറക്കുക. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ക്രാങ്ക് ഷാഫ്റ്റും കറങ്ങും. അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കണക്ടിംഗ് റോഡിന് മുകളിലേക്കും താഴേക്കും ഒരു മോഷൻ വരും അല്ലെ? അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിസ്റ്റൺ എന്ന് സംഭവിക്കും? അയാളും മുകളിലേക്കും താഴേക്കും വരും. ഓക്കെ, നമ്മൾ തിരിച്ചു കൊടുത്തു, റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? ആ മോഷൻ കൊടുത്തു. ആ സമയത്ത് ഇതിനാവശ്യമായ കംപ്രഷനൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡീസൽ എഞ്ചിൻ ആണല്ലോ, അപ്പൊ നമ്മൾ ഫ്യൂവല് സ്പ്രേ ചെയ്യുകയും ആ ഫ്യൂവല് ബേൺ ചെയ്യുകയും കത്താൻ തുടങ്ങുകയും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ആ പരിപാടി, കിക്കർ അടിക്കുന്ന പരിപാടിയോ അല്ലെങ്കിൽ നമ്മൾ കീ തിരിച്ചിട്ട് ഇഗ്നിഷൻ കൊടുക്കുന്ന പരിപാടിയോ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് ഇപ്പൊ നിങ്ങളൊരു കാറിലാണെന്ന് വിചാരിക്കുക. കാറിൽ ഇരുന്നിട്ട് നിങ്ങൾ ആ ഒരു ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന താക്കോല്, കീ, അത് വെച്ച് നിങ്ങൾ ആ ഇഗ്നിഷൻ ഓൺ ചെയ്ത് എഞ്ചിനെ ക്രാങ്ക് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ? വണ്ടി സ്റ്റാർട്ട് ആവുന്ന ഒരു സൗണ്ട് ഉണ്ട്. ആ സ്റ്റാർട്ട് ആയതിനു ശേഷവും നിങ്ങൾ വീണ്ടും ആ കീ തിരിച്ചുകൊണ്ടിരുന്നാൽ എന്താണ്? ഒരു വല്ലാത്തൊരു സൗണ്ട്, കറകറാന്ന് വല്ലാത്തൊരു സൗണ്ട് നിങ്ങൾ കേൾക്കും. അതെന്താണ്? ഈ ഫ്ലൈ വീലിനെ കറക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്.
അയാൾ ഈ ഫ്ലൈ വീൽ നേരെ തിരിച്ചു കറക്കും. ഓക്കെ, അത്രയും നേരം ചെറിയൊരു മോട്ടർ വന്നിട്ട് ഈ ഫ്ലൈ വീലിനെ കറക്കിക്കൊണ്ടിരുന്നത് എന്ത് സംഭവിക്കും? ഫ്ലൈ വീൽ മോട്ടറിനെ തിരിച്ചു കറക്കും. ആ മോട്ടറിനെ തിരിച്ചു കറക്കുമ്പോൾ എന്താണ്, കുറച്ചു നേരം കഴിയുമ്പോൾ മോട്ടർ ചിലപ്പോൾ കത്തിപ്പോകും. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കീ റിലീസ് ചെയ്തിട്ട് ഇയാൾ ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഞ്ചിൻ ക്രാങ്കിങ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു കിക്കർ അടിച്ചാണെങ്കിൽ, സെൽഫ് സ്റ്റാർട്ട് അല്ല, കിക്കർ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഈ ഫ്ലൈ വീലുമായിട്ട് ഒരു കിക്കർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് നോക്കാട്ടോ, പുറകെ പറയുന്നുണ്ട് ഹാൻഡ് ക്രാങ്കിങ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ചവിട്ടുന്നു, ഫ്ലൈ വീൽ കറങ്ങുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നു, ഈ പറയുന്ന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നു, എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നു. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സ്റ്റേണലി കൊടുത്ത ഫ്ലൈ വീലിനെ കറക്കാൻ കൊടുത്ത ആ ഒരു ഫോഴ്സ് എന്താണോ നമ്മളോട് ഉപയോഗിച്ചത് അത് അവിടെ ഡിസ്കണക്ട് ആയിക്കൊള്ളണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എഞ്ചിൻ ഹൈ RPM കറങ്ങുമ്പോൾ ഫ്ലൈ വീല് ഈ പറയുന്ന പോലെ തിരിച്ചു കറക്കും. തിരിച്ചു കറക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെ റിലീസ് ആയിക്കൊള്ളണം. എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ക്രാങ്ക് ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡ് എന്താണോ അതവിടെ എന്തായിക്കൊള്ളണം? റിലീസ് ആയിക്കൊള്ളണം. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? എഞ്ചിൻ ക്രാങ്കിങ് എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എഞ്ചിൻ ക്രാങ്കിങ് എന്താന്ന് മനസ്സിലായോ? എഞ്ചിൻ ക്രാങ്കിങ് എന്താന്ന് മനസ്സിലായാൽ ഇനി ഏതൊക്കെ രീതിയിൽ ഒരു എഞ്ചിനെ ക്രാങ്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ആരും മിണ്ടുന്നില്ലല്ലോ. ആ, ഓക്കെ ആണോ? ഓക്കെ, നമ്മള് ഏതൊക്കെ രീതിയിൽ ഒരു ഡീസൽ എഞ്ചിനെ ക്രാങ്ക് ചെയ്യാമെന്ന് പറയാണ്. സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ഓഫ് ഡീസൽ എഞ്ചിൻ. ഏതൊക്കെ രീതിയിൽ ഒരു ഡീസൽ എഞ്ചിനെ നമുക്ക് ക്രാങ്ക് ചെയ്യാം? അതായത് മെയിൻ ആയിട്ട് ഒരു 6 മെത്തേഡ് നമുക്ക് നോക്കാം. ഒരു 6 മെത്തേഡ്, 6 രീതിയിൽ. പേരൊക്കെ കേട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയാവും, പക്ഷെ സംഭവം സിമ്പിൾ ആണ്. മിക്കവാറൊക്കെ നമ്മൾ ഇലക്ട്രിക്കലായിരുന്നോ മെക്കാനിക്കലായിരുന്നോ ഭേദമില്ലാതെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പല സ്ഥലത്തും കണ്ടും കാണും. ഓക്കെ, ഒരു എന്താണ് ITIയിലോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമക്കോ ഒന്നും പോകണമെന്നില്ല. അതല്ലാതെ നമ്മുടെ എന്താണ് ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഈ മെത്തേഡ്സ് പലതും നമ്മൾ കണ്ടു കാണും. നോക്കാം നമുക്ക്. അപ്പൊ ഇതിൽ ഫസ്റ്റ് മെത്തേഡ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു മെത്തേഡാണ് എന്ത്? ഹാൻഡ് ക്രാങ്കിങ് അല്ലെങ്കിൽ പുൾ കോഡ് എന്ന് പറയാം. പേരൊന്നും കേട്ട് പേടിക്കണം. പുള്ള് എന്ന് വെച്ചാൽ എന്താ? വലിക്കുക എന്നുള്ള അർത്ഥം. പുള്ള് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലിക്കുക എന്ന അർത്ഥം. ഈ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചരട് അല്ലെങ്കിൽ കയറ്, അല്ലെ? ഒരു ചരട് അല്ലെങ്കിൽ കയർ എന്നുള്ള അർത്ഥമാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകിൽ കോഡെന്നായിരിക്കും അല്ലെങ്കിൽ റോപ്പ് എന്നായിരിക്കും. ഓക്കെ, ഒന്നുകിൽ കോഡെന്നായിരിക്കും അല്ലെങ്കിൽ റോപ്പ് എന്നായിരിക്കും. അപ്പൊ റോപ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് കയറാണെന്നുള്ള മനസ്സിലാവും. ഈ കോഡെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കത്തണമെന്നില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, കോഡ് എന്ന് കണ്ടാലും റോപ്പ് എന്ന് കണ്ടാലും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. കുറെ നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ക്രാങ്കിങ് ആണ് ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോ നമ്മുടെ ബൈക്ക് ആയാലും അല്ലെങ്കിൽ കാർ ആയാലും അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിങ് നടക്കുന്നില്ലേ, എഞ്ചിനെ നമ്മൾ സെൽഫ് അടിച്ച് ചെയ്യുന്നില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതെന്താണ്? ഒരു ഇലക്ട്രിക് മോട്ടോറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ദെൻ ഹൈഡ്രോളിക്, അതായത് ഏതെങ്കിലും ഒരു ലിക്വിഡ്, ഒരു ഓയിലിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് ക്രാങ്ക് ചെയ്യുന്നതിനാണ് നമ്മൾ, അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈഡ്രോളിക് ക്രാങ്കിങ് എന്ന് പറയാം. ദെൻ കംപ്രസ്ഡ് എയർ, ശ്രദ്ധിക്കാട്ടോ, കംപ്രസ്ഡ് എയർ. ഈ കംപ്രസ്ഡ് എയർ വരുന്നിടത്ത് ഒരു ടേം ഉണ്ട്, ഹൈഡ്രോളിക് പോലെ കയറി വരുന്ന ഒരു ടേം ഉണ്ട്, ന്യൂമാറ്റിക്. ഓക്കെ, ന്യൂമാറ്റിക് എന്ന് കണ്ടാൽ നിങ്ങളോട് ഉറപ്പിച്ചോ, അവിടെ ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് മീഡിയം ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ ആണ്. ശ്രദ്ധിക്കാട്ടോ, ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ അതിൽ ആരാ? ലിക്വിഡ് ഫോമിലുള്ള ഒരാളാണെങ്കിൽ ന്യൂമാറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ഗ്യാഷ്യസ് ഫോം, ഗ്യാസിന്റെ രൂപത്തിലുള്ള ഒരാളാണ്. അത് ഏറ്റവും കൂടുതലായിട്ട് ആരായിരിക്കും? കംപ്രസ്ഡ് എയർ ആയിരിക്കും. നമുക്ക് ഇവിടെ കംപ്രസ്ഡ് എയർ മാത്രം നമ്മളിവിടെ മൈൻഡ് ചെയ്താൽ മതി. ദെൻ അടുത്ത മെത്തേഡാണ് കംപ്രസ്ഡ് എയർ അഡ്മിഷൻ ക്രാങ്കിങ്. എന്താന്ന് ഞാൻ പുറകെ പറയാം. ദെൻ ഗ്യാസോലിൻ എഞ്ചിൻ ക്രാങ്കിങ്. നമ്മൾ സാധാരണ പറയുന്ന പെട്രോൾ എഞ്ചിൻ ഉണ്ടല്ലോ, പെട്രോൾ എഞ്ചിൻ, ആ പെട്രോൾ എഞ്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡീസൽ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, മിനിമം ക്രാങ്കിങ് സ്പീഡ് ഈസ് അച്ചീവ്ഡ് ബൈ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ഈ ഫ്ലൈ വീല് ഒരു പർട്ടിക്കുലർ സ്പീഡ് അയാൾ അറ്റൈൻ ചെയ്യണം. ഓക്കെ, കറങ്ങിയ ആൾക്ക് ഒരു സ്പീഡ് കിട്ടണം, എന്നാലാണ് എന്ത് എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ മിനിമം ക്രാങ്കിങ് സ്പീഡ് കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? അതിനാവശ്യമായിട്ടുള്ള ട്വിസ്റ്റിംഗ് ഫോഴ്സ്, കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൊടുക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ശ്രദ്ധിക്കാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ടോ, സ്പീഡെന്നും പവർ എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും കാണും. നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആവാനുള്ള ആ ഒരു മിനിമം സ്പീഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ടോർക്ക് കൊടുക്കുന്നത് വഴിയാണ്. ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണല്ലേ. ഒരു സാധനത്തെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്രാങ്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് കൈ വെച്ച് കറക്കുന്നതാവട്ടെ, മോട്ടോർ വെച്ച് കറക്കുന്നതാവട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യാണ്? കറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ടോർക്ക്. ഓക്കെ,
ഇനി ഓരോ മെത്തേഡ്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഹാൻഡ് ക്രാങ്കിങ്, എന്താണ് അയാളുടെ പ്രത്യേകത, എവിടെയൊക്കെ അയാളെ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. തിയറിയാണ്, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ആദ്യം ഹാൻഡ് ക്രാങ്കിങ് അല്ലെങ്കിൽ പുൾ കോഡ് മെത്തേഡ് എന്നും പറയാം. അപ്പോ ഇയാൾ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കൈവച്ച് കറക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ എഞ്ചിൻ സൈസ് വളരെ ചെറുതായിരിക്കണം. നമ്മൾ ഒരു മനുഷ്യനിൽ നിന്ന് അയാളെ പിടിച്ചിങ്ങനെ കറക്കണം, ഒരു എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രാങ്ക് ചെയ്യണം അല്ലെങ്കിൽ മാനുവലി പിടിച്ച് കറക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ആ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ചെറിയ എഞ്ചിൻ ആയിരിക്കും. അതാണ് പറയുന്നത് യൂസ്ഡ് ടു സ്റ്റാർട്ട് സ്മോൾ ഡീസൽ എഞ്ചിൻസ്. അപ്പൊ ഒരു സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ എഞ്ചിൻ ടെർമിനോളജി ഒരു ടേം പറയുന്നത്, ആരാണത്? ബോർ എന്ന് പറയുന്ന ടേം. ബോർ എന്ന് പറയുന്ന ടേം എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സിലിണ്ടർ ഉണ്ട്, ഒരു പിസ്റ്റനകത്ത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിലിണ്ടറിന്റെ ഒരു ഡയാമീറ്റർ അല്ലേ, അകത്തുള്ള ഡയാമീറ്റർ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോർ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു എഞ്ചിൻ സിലിണ്ടറിന്റെ ബോർ ഏതാണ്ട് 100 mm വരെ മാക്സിമം, അതായത് 100 mm താഴെ ഡയാമീറ്റർ ഉള്ള ബോറുള്ള എഞ്ചിൻ സിലിണ്ടേഴ്സിന്റെ കേസിൽ നമുക്ക് ആരെ ഉപയോഗിക്കാം? ഹാൻഡ് ക്രാങ്കിങ് ചെയ്യാം. വലിയ പ്രശ്നമില്ല, വലിയ ആയാസമില്ലാതെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം 100 mm എന്നുള്ള ആ ഒരു വാല്യൂ നിങ്ങൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ 1 or 2 സിലിണ്ടർ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ഫിഗർ കണ്ടില്ലേ, അപ്പൊ ആ ഒരു 4 പിസ്റ്റൺ കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇയാൾ ഒരു 4 സിലിണ്ടർ എഞ്ചിനാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എഞ്ചിന്റെ ആ ഒരു എന്താണ്, സിലിണ്ടറിന്റെ എണ്ണം കൂടുന്തോറും എഞ്ചിന്റെ വലിപ്പം കൂടുന്നുണ്ട്. അപ്പൊ ഒരു 1 or 2 സിലിണ്ടർ ഒക്കെ ആണെങ്കിലും ആ സിലിണ്ടറിന്റെ ബോർ എന്ന് പറയുന്നത്, അതായത് സിലിണ്ടറിന്റെ ഇന്റേണൽ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഒരു 100 mm താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് അയാളെ ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ലാബൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഈ ഹീറ്റ് എഞ്ചിന്റെ ലാബൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മിക്കവാറും ഈ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്ന ആള് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും. ദെൻ നമ്മൾ പറയാണ്, എന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പറയാണ് ഇറ്റ് ഈസ് ദി മോസ്റ്റ് ബേസിക് മെത്തേഡ്, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള എഞ്ചിൻ ക്രാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ക്രാങ്കിങ് ആണ്. ഇനി എങ്ങനെയാണ് ഈ ഹാൻഡ് ക്രാങ്കിങ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫിഗർ കാണിച്ചു തരാം. അപ്പൊ അതോടുകൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ സെറ്റ് ആവും. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയേ, ഒരാൾ നിന്നിട്ട് ഒരു എഞ്ചിൻ, ഒരു ഡീസൽ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാണുന്ന എന്തെങ്കിലും ഒരു ഫ്യൂവൽ ടാങ്ക് ആണ് അല്ലെ. ഇപ്പൊ ഇതൊരു വാഹനത്തിന്റെ അകത്തൊന്നുമല്ല, ഏതെങ്കിലും ഒരു പ്ലാന്റ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഒരു വാട്ടർ അതോറിറ്റി, ഒരു പമ്പ് ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിൽ ആ പമ്പിലേക്ക് ഉള്ളൊരു ഫോഴ്സ്, ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ആരാണ്? ഡീസൽ എഞ്ചിനാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ പമ്പ് ഇരിപ്പില്ലേ, സെൻട്രിഫ്യൂവൽ പമ്പ് ഇരിപ്പുണ്ട്. അതിനുള്ള ഇൻപുട്ട് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക് മോട്ടറാണ്. അതുപോലെ ഈ പറയുന്ന പമ്പ് സെറ്റിന്, ഒരു സെൻട്രിഫ്യൂവൽ പമ്പ് സെറ്റിന് ഈ പറയുന്ന ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന ആരാണ്? ഒരു ഡീസൽ എഞ്ചിനാണ്. അത്രേ ഉള്ളൂ. ഡീസൽ എഞ്ചിന്റെ റൊട്ടേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പമ്പ് സെറ്റിനെ നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡീസൽ നടക്കണം. ആ ഡീസലിന് ഒരു ഫ്യൂവൽ ടാങ്ക് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. അത് ഇതേ കണ്ടോ, കണക്ഷൻ ഒക്കെ പോയിട്ടുണ്ട്, ഒരു ഹോസൊക്കെ പോയിട്ട് നമ്മുടെ ഡീസൽ എഞ്ചിന്റെ അകത്തേക്കൊക്കെ പോകുന്നുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ ഇയാളുടെ കയ്യിൽ ഒരു ലിവർ കാണുന്നുണ്ടല്ലേ, ഒരു ലിവർ. ഈ ലിവർ ഇയാളെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. ഈ ലിവർ ഇയാളെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ഈ എഞ്ചിന്റെ അകത്ത് ഏതോ ഒരു കമ്പോണന്റ് കറങ്ങുന്നുണ്ട്. ആരാണ് ആ കമ്പോണന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലൈ വീലും ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു കമ്പോണന്റ് കടന്നിട്ട് എന്ത് ചെയ്യാണ്? അതിന്റെ അകത്ത് കറങ്ങുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എഞ്ചിനകത്തുള്ള ആ ഒരു പിസ്റ്റൺ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്കും മുകളിലേക്കും കിടന്നിട്ട് അയാൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മൾ എന്ത് ചെയ്യാണ്? അതിന് ഡീസൽ എഞ്ചിനാണല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോൾ അയാൾ അവിടെ കത്തും. കത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ലാബിലൊക്കെ ചെയ്തവരാണെങ്കിൽ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങളെ കൊണ്ട് ക്രാങ്ക് ചെയ്യിക്കുന്ന സമയത്ത് പ്രത്യേകം പറയാറുണ്ട്, എഞ്ചിൻ സ്റ്റാർട്ട് ആയാൽ എന്ത് ചെയ്യണം? ലിവർ അവിടെ വെക്കരുത്, ഊരിയെടുത്തോളണം. ഓക്കെ, എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ലിവർ അവിടെ വെക്കരുത്, ഊരിയെടുത്തോളണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? എഞ്ചിൻ നേരെ തിരിച്ച് ലിവറിനെ കറക്കുകയും, ഇയാൾ അത്യാവശ്യം നല്ല എന്താണ്, സ്റ്റീലാണ് മെറ്റീരിയൽ അല്ലേ, അയണാണ്. അപ്പൊ എന്ത് ചെയ്യും? അയാള് നേരെ എന്താണ്, ഹൈ സ്പീഡിൽ കറങ്ങിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ മേത്തൊക്കെ അടിച്ചു കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഞ്ചിൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ എന്ത് മെത്തേഡ് ആയിക്കോട്ടെ, എന്ത് ക്രാങ്കിങ് മെത്തേഡ് ആയിക്കോട്ടെ, അത് ഹാൻഡ് ക്രാങ്കിങ് ആവട്ടെ, ഇലക്ട്രിക് മോട്ടോർ ആവട്ടെ, എന്തും ആയിക്കോട്ടെ, അയാൾ എന്ത് ചെയ്തോളണം? റിലീസ് ചെയ്തോളണം, ഊരി എടുത്തോളണം. ഓക്കെ, ദെൻ ഇയാളുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാട്ടോ, ലെഫ്റ്റ് ഹാൻഡ് വേറൊരു പണി കൂടി ചെയ്യുന്നുണ്ടല്ലേ. അയാളുടെ പണി എന്താണ്? ഇവിടെ ഒരു ലിവർ ഇവിടെ കാണാം, ഒരു ലിവർ. ഈ ലിവറിനെ ഇയാൾ ഇങ്ങനെ പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇവിടെ പറയുന്നുണ്ട്, ഡീകംപ്രഷൻ ലിവർ. ശ്രദ്ധിക്കാട്ടോ, ഡീകംപ്രഷൻ ലിവർ. അതായത് നമ്മളൊരു എഞ്ചിൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ക്ലാസ് ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലാസ് കേൾക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളില്ലല്ലോ? താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളൊരു എഞ്ചിൻ എടുത്തു കഴിയുമ്പോൾ ഇതൊരു സിലിണ്ടർ, ഇത് പിസ്റ്റൺ ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മുടെ ഒരു വാൽവ് ഉണ്ട്, ഒരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്. ഇവിടെ ഒരു എക്സ്ഹോസ്റ്റ് വാൽവ് ഉണ്ട്.
അപ്പൊ നമുക്കറിയാം ഈ ഇൻലെറ്റിന്റെ സമയത്ത് ഡീസൽ എഞ്ചിൻ ആണല്ലോ നമ്മൾ ഇനി തൽക്കാലം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന അറിയാം ഡീസൽ എഞ്ചിനെ മാത്രമാണ്. അപ്പൊ ഇൻലെറ്റിലേക്ക് ആര് കയറുന്നുണ്ട്? എയർ എന്ന് പറയുന്ന ആളിങ്ങനെ കയറി വരുന്നുണ്ട്. ദെൻ പിസ്റ്റൺ താഴെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന രണ്ട് വാൽവും ക്ലോസ് ആയിരിക്കുകയും ഇതിനകത്തുള്ള എയർ നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്യണല്ലേ? കംപ്രസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഈ ഹാൻഡ് ക്രാങ്കിങ് കൈ വെച്ച് ഇങ്ങനെ തിരിക്കുമ്പോഴും ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവുമ്പോൾ എയർ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ദെൻ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ആ എയറിനെ അവിടെ കംപ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു എഞ്ചിന്റെ കപ്പാസിറ്റി കൂടുന്തോറും എഞ്ചിന്റെ ആ ഒരു കപ്പാസിറ്റി കൂടുന്തോറും അകത്തേക്ക് കയറുന്ന ആ ഒരു എയറിന്റെ എമൗണ്ടും കൂടുതലായിരിക്കും. നമ്മൾ ഇയാളെ കറക്കി കഴിയുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സും വളരെ കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ കറക്കുമ്പോൾ കൊടുക്കേണ്ട ഫോഴ്സും അവിടെ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഈ രണ്ട് വാൽവും ക്ലോസ് ആയിരിക്കുമ്പോൾ ആ എയർ എന്ന് പറയുന്ന ആളെ കംപ്രസ് ചെയ്യാണല്ലേ? നമ്മളുടെ കൈയിന്റെ പവർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കംപ്രഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കറക്കാൻ തന്നെ പറ്റിയെന്ന് വരില്ല നമ്മളെ കൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ എക്സോസ്റ്റ് വാൽവിനെ ഓപ്പൺ ആക്കും. അതായത് സാധാരണ രീതിയിൽ ഈ വാൽവുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാ? ക്യാം ഷാഫ്റ്റ് ആണല്ലേ? ഈ ക്രാങ്ക് ഷാഫ്റ്റ് പോലെ തന്നെ അവിടെ ആരും വരുന്നുണ്ട്, ഒരു പാരലായിട്ട് ആരും വരുന്നുണ്ട്, ക്യാം ഷാഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എഞ്ചിൻ കമ്പോണന്റ് നോക്കുക കേട്ടോ, കൺസ്ട്രക്ഷൻ നോക്കുക. എന്നിട്ട് ആ ക്യാം ഷാഫ്റ്റ് ആണ് സാധാരണ രീതിയിൽ ഈ വാൽവുകളൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് പകരം ഈ സിലിണ്ടറിന്റെ ടോപ്പിലായിട്ട് സിലിണ്ടർ ഹെഡിന്റെ ഭാഗത്തായിട്ട് ഒരു ഡീകംപ്രഷൻ ലിവർ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലിവർ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്? എഞ്ചിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ട് ഒന്നുമല്ല. ഒരു എഞ്ചിൻ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്നതൊന്നുമല്ല. നമുക്ക് ആവശ്യത്തിന് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്യുകയോ മാറ്റി വെക്കുകയോ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഡീകംപ്രഷൻ ലിവർ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഈ എക്സോസ്റ്റ് വാൽവ് തുറയണം. അപ്പോ കംപ്രഷന്റെ സമയത്ത് നമ്മൾ കൈവച്ച് ഇങ്ങനെ കറക്കി കംപ്രസ് ചെയ്യേണ്ട സമയത്ത് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇതിൽ നിന്നുള്ള എയർ കുറച്ചൊക്കെ എന്ത് ചെയ്യും? അയാൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. കുറച്ചൊന്നല്ല, അത്യാവശ്യം ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഡീകംപ്രഷൻ ലിവർ വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ എക്സോസ്റ്റ് വാൽവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ആക്കാനും അതുവഴി അവിടെ കംപ്രഷനെ റിലീസ് ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഡീകംപ്രഷൻ ലിവറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ആ കംപ്രഷൻ ഇൻസൈഡ് ദ എഞ്ചിനകത്ത് വരുന്ന കംപ്രഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡീകംപ്രഷൻ ലിവർ എന്ന് പറയുന്ന ഈ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന ആള് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണം? എനിക്ക് എഞ്ചിനെ കറക്കി എന്ന് വെച്ചാൽ ക്രാങ്ക് ചെയ്യാന്നാണ് ആളുടെ യഥാർത്ഥ എഞ്ചിനെ ക്രാങ്ക് ചെയ്ത് ഈ ഫ്ലൈ വീലിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും ഒരു അത്യാവശ്യം നല്ലൊരു സ്പീഡിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ, ആവശ്യത്തിന് സ്പീഡ് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒരേ സമയത്ത് തന്നെ ഈ ലിവറിനെ പിടിച്ച് ക്ലോസ് ആക്കും. അത് കംപ്രഷൻ ലിവർ ഞാൻ അവിടെ ക്ലോസ് ആക്കുകയും അതേ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ ലിവറിനെ ഊരിയെടുക്കുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഫ്ലൈ വീൽ എന്ന് പറഞ്ഞ ഒരു മാസാണല്ലേ, ഒരു വെയിറ്റ് ആണ്. അയാളുടെ ജഡത്വം അഥവാ ഇനേർഷ്യ അത് കാരണം എന്ത് ചെയ്യും? അയാള് വീണ്ടും നമ്മൾ കറക്കിയില്ലെങ്കിലും ആ റൊട്ടേഷൻ കണ്ടിന്യൂ ചെയ്യുകയും അതുവഴി പിന്നീട് നടക്കുന്ന കംപ്രഷനും ഫ്യൂവൽ ഇഞ്ചക്ഷനും വഴി എന്ത് സംഭവിക്കുന്നു? ആസ് യൂഷ്വൽ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആവും. ഇതാണ് എന്ത്? ഒരു ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ എവിടെയാണ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഡീകംപ്രഷൻ ലിവർ എന്ന് പറയുന്ന ആളുടെ പൊസിഷൻ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സിലിണ്ടർ ഹെഡിലാണ്, സിലിണ്ടറിന്റെ ടോപ്പിലായിട്ടാണ് എന്ത് ഈ ഡീകംപ്രഷൻ ലിവറിന്റെ ആ ഒരു പൊസിഷൻ വരുന്നത്. ദെൻ ഇത് നമ്മള് ഹാൻഡിൽ വെച്ച് ചെയ്യുന്ന കഥയല്ലേ പറഞ്ഞത്? ഒരു ഹാൻഡ് ക്രാങ്കിങ് അഥവാ ഒരു ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇയാളെ ക്രാങ്ക് ചെയ്തതെന്ന് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ റോപ്പ്, അതായത് ഒരു റോപ്പെന്നോ കോഡെന്നോ പറയാട്ടോ, റോപ്പ് അല്ലെങ്കിൽ കോഡ്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പൊതുവെ എല്ലാവരും ഇപ്പൊ എന്താണ് ഈ പറമ്പുകളൊക്കെ നനക്കാനായിട്ട് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് മോട്ടോർ അതിനു മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് എഞ്ചിൻ വെച്ചിട്ട് പമ്പ് വർക്ക് ചെയ്യിക്കുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ മിക്കവാറും ഇത് എഞ്ചിനെ ക്രാങ്ക് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഒരു ഹാൻഡ് ലിവർ വെച്ചിട്ടല്ല. എന്താണ്? അവിടെ ഒരു പുള്ളി പോലെ ഉണ്ടാവും. ആ പുള്ളിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു റോപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പിടിച്ച് വലിക്കും. അങ്ങനെ വലിച്ചു കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്രാങ്ക് ഷാഫ്റ്റും ഫ്ലൈ വീലൊക്കെ കറങ്ങിയിട്ട് ഈ പറയുന്ന പോലെ എഞ്ചിൻ അവിടെ സ്റ്റാർട്ട് ആവും. അത്രേ ഉള്ളൂ. ഹാൻഡ് ക്രാങ്കിങ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഒന്നുകിൽ ഒരു ഹാൻഡിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റോപ്പ് അഥവാ കയറിനെ പിടിച്ച് ചുറ്റിയിട്ട് വലിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ, മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്രാങ്കിങ് മെത്തേഡ് ആണെന്ത്? ഈ ഹാൻഡ് ക്രാങ്കിങ് അല്ലെങ്കിൽ റോപ്പ് ഉപയോഗിച്ചിട്ട് ക്രാങ്ക് ചെയ്യുന്ന മെത്തേഡ്. എന്താണ് ക്രാങ്കിങ് എന്നറിയണം. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു കമ്പോണന്റ് ആരാണ്? ഡീകംപ്രഷൻ ലിവർ. എന്താണ് ഒരു ഡീകംപ്രഷൻ ലിവറിന്റെ ഫംഗ്ഷൻ? കംപ്രഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അയാളുടെ പൊസിഷൻ എവിടെയാണ്? പ്ലേസ്ഡ് അറ്റ് ദി സിലിണ്ടർ ഹെഡിലാണ് നമ്മൾ അയാളെ കൊണ്ടുപോയി വെക്കുന്നത്. ഓക്കെ.
ദെൻ നമ്മൾ പറയുന്നുണ്ട് ഹാൻഡിൽ അല്ലെങ്കിൽ റോപ്പ്, അയാളുടെ ഫംഗ്ഷൻ എന്താണ്? യൂസ്ഡ് ടു ടേൺ ദി ക്രാങ്ക് ഷാഫ്റ്റ് ഓർ ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിനെ കറക്കി കണക്ടിംഗ് റോഡ് വഴി പിസ്റ്റൺ മൂവ്മെന്റ് കൊടുത്ത് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ആരുടെ ഫംഗ്ഷൻ? ഹാൻഡിൽ അല്ലെങ്കിൽ ഈ റോപ്പ് എന്ന് പറയുന്ന ആളുടെ ഫംഗ്ഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടേക്കണേ കേട്ടോ. നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത്. ഈ ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം എന്താ? ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടിംഗ് ആണ്. പണ്ടത്തെ കാറുകളിലൊക്കെ നമ്മൾ ഈ ഹാൻഡ് ക്രാങ്കിങ് കണ്ടിട്ടുണ്ടാവും. ഹാൻഡ് ക്രാങ്കിങ് ഫ്രണ്ടില് ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ഒരു ലിവർ വെച്ച് ഇങ്ങനെ കറക്കുന്നതൊക്കെ പണ്ടത്തെ കാറുകളിൽ, നമ്മൾ ആദ്യകാല കാറുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ്. സെൽഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇവിടെ ഹാൻഡ് ക്രാങ്കിങ് മെത്തേഡിന് പകരം ഇലക്ട്രിക് മോട്ടറാണ് പിന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതായത് ആ ഫ്ലൈ വീലിന്റെ റൊട്ടേഷൻ. നമ്മുടെ ഉദ്ദേശം എന്താ? ഏതൊരു എഞ്ചിൻ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മെത്തേഡുകൾ ഉപയോഗിച്ചോട്ടെ, അവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്ലൈ വീലിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും നമ്മൾ എക്സ്റ്റേണലി പിടിച്ച് കറക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ആ ഫ്ലൈ വീലിനെ കറക്കുന്നതെങ്കിൽ അതെന്തായി? ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ് എന്ന് എനിക്ക് ആളെ പറയാം. അപ്പൊ അതാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു ബാറ്ററി കാണാം. ഒരു ബാറ്ററി. ഓക്കെ, ഒരു ബാറ്ററി കാണാം. ദെൻ ഒരു സ്വിച്ച് കാണാല്ലേ? ഇവിടെ ഒരു സ്വിച്ച് കാണാം. നിലവിൽ ആ സ്വിച്ച് എന്താണ്? ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ പോകുന്നില്ലെന്ന അർത്ഥം. ദെൻ അതിനുശേഷം ഒരു 1 എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് കാണാം. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് മോട്ടർ, അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടർ എന്നൊക്കെ പറയാം. സ്റ്റാർട്ടർ മോട്ടർ എന്നൊക്കെ നമുക്ക് ഇയാളെ പറയാം. ആ സ്റ്റാർട്ടർ മോട്ടറിന്റെ പുറത്തേക്ക് ചെറിയൊരു ഷാഫ്റ്റ് നിൽപ്പുണ്ട്. ആ ഷാഫ്റ്റിന്റെ അറ്റത്തായിട്ട് ചെറിയ ഗിയർ ഉണ്ട്. അതിന് നമ്മൾ പിനിയൻ എന്നാണ് പറയാ. ചെറിയ ഗിയറിനെ നമ്മൾ വിളിക്കുന്ന പേര് പിനിയൻ എന്നാണ്. മനസ്സിലാക്കുക. ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിന്ന് കണക്ഷൻ ഒരു സ്റ്റാർട്ടർ മോട്ടറിലേക്ക് പോയിട്ടുണ്ട്. ആ സ്റ്റാർട്ടർ മോട്ടറിന്റെ അറ്റത്ത് ഒരു ഷാഫ്റ്റ് ഉണ്ട്, ചെറിയൊരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിന്റെ അറ്റത്താറുണ്ട് ചെറിയൊരു ഗിയർ ഉണ്ട്. ഒരു പിനിയൻ എന്നാണ് ചെറിയ ഗിയറുകൾ നമ്മൾ പൊതുവെ വിളിക്കുന്നത്. ദെൻ നമ്മൾ പറയുന്ന ഫ്ലൈ വീൽ ആണ് ഇയാള്. ഫ്ലൈ വീൽ ആണ് ഈ പറയുന്ന മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ആ ഫ്ലൈ വീൽ എങ്ങോട്ടാ പോയിരിക്കുന്നത്? കണ്ട, ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ് ആ ഫ്ലൈ വീൽ പോയിരിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ് ആ ഫ്ലൈ വീൽ പോകുന്നത്. ദെൻ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഒരു കണക്ടിംഗ് റോഡ് നിങ്ങൾക്ക് കാണാം. കണക്ടിംഗ് റോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? പിസ്റ്റണിലേക്കാണെന്നും കാണാം. ഓക്കെ, അപ്പൊ ഈ ഫ്ലൈ വീൽ എന്ന് പറയുന്ന ആള് വെറുതെ ഒരു ഡിസ്ക് മാത്രമല്ല. നമ്മൾ ആ ഫസ്റ്റ് സ്ലൈഡിലെ ആ ഒരു ഫിഗർ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ആ ഒരു ഡിസ്കിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ആ പ്രത്യേകത? നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിയേ എന്താണ്? ആ ഫ്ലൈ വീലിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? അതിന്റെ പെരിഫറി എന്ന് പറഞ്ഞാൽ ആ പുറമേയുള്ള ഭാഗം. ആ പുറമേയുള്ള ഭാഗത്ത് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട് നോക്കിയേ? കുറെ ഗിയറുകൾ കൊടുത്ത ഗിയർ ടീത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ടീത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്തിനാണ് ഈ ടീത്ത് കൊടുക്കുന്നത്? ഈ ടീത്തുമായിട്ടാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടറിന്റെ പിനിയൻ എന്ന് പറഞ്ഞില്ലേ, ഒരു ചെറിയ ഗിയർ ഇവിടെ വരുമെന്ന് പറഞ്ഞില്ലേ, ആ ചെറിയ ഗിയറിന്റെ പല്ലുകൾ വന്നിട്ട് ഈ ഫ്ലൈ വീലിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന പല്ലുകളുമായിട്ട് മെഷാവും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ചെറിയ ഗിയറിന് ഞാൻ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്ലൈ വീല് കറങ്ങും. ബാക്കി കഥകളെല്ലാം പതിവ് പോലെ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങും. കണക്ടിംഗ് റോഡ് വഴി പിസ്റ്റണിലേക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ, റോട്ടറി മോഷൻ നമുക്ക് മാറ്റി റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പിസ്റ്റൺ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ആ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇതൊക്കെ നമ്മൾ കമ്പോണൻസ് പറഞ്ഞാൽ കേട്ടോ. സ്റ്റാർട്ടർ മോട്ടർ 1 ഉണ്ട്, ഫ്ലൈ വീലാണ് 3, ബാറ്ററി ആണ് 2. ബാറ്ററി എന്നുള്ള സപ്ലൈ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റാർട്ടർ മോട്ടറിനെ കറക്കുന്നു. സ്റ്റാർട്ടർ മോട്ടറിന്റെ അറ്റത്തുള്ള പിനിയൻ അഥവാ ചെറിയ ഗിയർ ആരുമായിട്ട് മെഷാവും? ഫ്ലൈ വീലിന്റെ പുറത്തുള്ള റിംഗ് ഗിയർ എന്ന് പറഞ്ഞാൽ ആ പുറത്തുള്ള പല്ലുകൾ ഉൾപ്പെടെയുള്ള ഒരു ഭാഗത്തെ നമ്മൾ റിംഗ് ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റിംഗ് ഗിയറുമായിട്ട് മെഷാവുന്നു. ഈ ചെറിയ പിനിയൻ കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും റിംഗ് ഗിയർ ഉൾപ്പെടെയുള്ള ഫ്ലൈ വീല് കറങ്ങും. അപ്പൊ എന്ത് ചെയ്യുന്നു? എഞ്ചിൻ അവിടെ സ്റ്റാർട്ട് ആവുന്നു. ഓക്കെ, ഇതാണ് ഇയാളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ അത്യാവശ്യം ഇനി ഒരു ചോദ്യമായിട്ട് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. എന്താണ് ഈ സ്റ്റാർട്ടർ മോട്ടർ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഫ്ലൈ വീലാണ്. ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. അപ്പൊ ഓപ്ഷനിൽ ഉണ്ടാവും ഫ്ലൈ വീൽ ഉണ്ടാവും, ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടാവും, കണക്ടിംഗ് റോഡ്, പിസ്റ്റൺ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമ്പോണൻസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? ഒരു സ്റ്റാർട്ടർ മോട്ടർ എങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്? റിംഗ് ഗിയർ ഓഫ് ഫ്ലൈ വീൽ, അല്ലെങ്കിൽ ഒരു ഫ്ലൈ വീലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് അവിടെ പറയാം. ഇതിന് ഏറ്റവും കൂടുതൽ പോപ്പുലർലി യൂസ്ഡ് സ്റ്റാർട്ടിംഗ് മെത്തേഡ് നിലവിൽ എന്താണ്? ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടിംഗ് ആണ്. ഈ ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടിംഗ് പറ്റാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മെത്തേഡ്സ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം ഏറ്റവും കൺവീനിയന്റ്, ഏറ്റവും എളുപ്പമായിട്ട് നടക്കുന്നതും എന്താണ്? ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടിംഗ് ആണ്. ദെൻ ഇവിടെ ഉപയോഗിക്കുന്ന ബാറ്ററി സിമ്പിൾ ആണ്, എന്നാലും ചോദിച്ചാൽ നമുക്ക് പോകണ്ടല്ലോ.
ഇവിടെ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇവിടെ നമ്മൾ സപ്ലൈ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അയാൾ കൊടുക്കുന്ന ആ ഒരു കറണ്ട് AC ആണോ DC ആണോ അല്ല, ഏറ്റവും അടിസ്ഥാനം ഉണ്ടോ, എന്നാലും നമ്മൾ വിട്ടുകളയണ്ട, അറിയാത്തവരുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ആ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ആ ഒരു കറണ്ട് ഏത് ടൈപ്പ് ആണ്, AC ആണോ DC ആണോ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം, DC കറണ്ട് ആണ് സപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ദെൻ സ്വാഭാവികമായിട്ടും നമ്മൾ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ബാറ്ററി ഉള്ളത് കൊണ്ട് അയാളെ നമുക്ക് എന്ത് ചെയ്യണം, റീചാർജ് ചെയ്യണം അല്ലെ, റീചാർജ് ചെയ്യണം. അങ്ങനെ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെ സഹായം തേടാം, ഒരു ഡൈനാമോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിന്റെ സഹായം നമുക്ക് അവിടെ തേടാം. എന്ന് പറഞ്ഞാല് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതുവഴി ഞാനൊരു ജനറേറ്റർ, ഓൾട്ടർനേറ്റർ പറയുമ്പോൾ ഒരു ജനറേറ്റർ ആണല്ലോ, ആ ജനറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യിച്ചിട്ട് ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാറ്ററിനെ ചാർജ് ചെയ്യാൻ പറ്റും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും സ്റ്റാർട്ടിങ് കൊടുക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാറ്ററിയിൽ നിന്നും ചാർജ് ഉപയോഗിച്ചിട്ട് പഴയ പരിപാടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സ്വിച്ച് ഓൺ ചെയ്യൂലേ, എഞ്ചിനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സർക്യൂട്ട് ഇവിടെ ക്ലോസ് ആവും. അതായത് സ്വിച്ച് ഇവിടെ വന്ന് കണക്ട് ആയിട്ട് ഈ സർക്യൂട്ട് ഇവിടെ ക്ലോസ് ആവുന്ന പരിപാടിയാണ് നമ്മൾ കീ തിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇലക്ട്രിക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ആളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണോ?